എല്ലാവർക്കും നമസ്കാരം. ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സാധാരണ നമ്മളൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ നമ്മൾ വിചാരിക്കും അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ ഹൈ എനർജി ആയിരിക്കും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ ഒരു ക്ലയൻറ്റുമാണ്, സുഹൃത്തുമാണ്, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയി. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിട്ട് ഒരു 4 മണിക്കൂറോളം ക്യൂ നിന്ന് അമ്പലത്തിൽ കയറി. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച്, സാറേ ഞാൻ ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി, അവിടെ പോയി വന്നിട്ട് വല്ലാത്ത ക്ഷീണവും തളർച്ചയാണ്, ഭയങ്കര തലവേദനയാണ്, സംഭ്രമം പോലെയാണ് തോന്നണത്. അപ്പം ഞാൻ പറഞ്ഞൊരു ഫോട്ടോ അയക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെ വന്നു? ഈ നമ്മൾ പണ്ടൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ ഇത്രയും ക്യൂവും നമ്മുടെ കേരളത്തിലുള്ള അമ്പലങ്ങളിലൊന്നും ഇത്രയും വലിയ ക്യൂവും കാര്യങ്ങളും സംവിധാനങ്ങളൊന്നും ഒന്നില്ല. നേരെ കയറി തൊഴുത് നമുക്ക് അവിടുത്തെ ഒരു അന്തരീക്ഷം വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ നിരവധി ആളുകൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ ഒരു വിശ്വാസം, അമ്പലങ്ങളിൽ കയറി ദർശനം നടത്തുക, പൂജകൾ ചെയ്യുക, വഴിപാടുകൾ കഴിക്കുക, ഇതാണ് സ്പിരിച്വാലിറ്റി എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. തെറ്റൊന്നും പറയാനില്ല. പക്ഷെ അത് മാത്രമല്ല എന്നുള്ള ഒരു കാര്യം കൂടി ആൾക്കാർ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. തെറ്റായ ഒരു ധാരണകൾ കുറേ പേർക്കുണ്ട്. അവിടെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ അനുഭവിച്ചാണ്. അവിടെ ക്യൂ നിൽക്കുമ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എല്ലാവരെയും അത് ബാധിക്കില്ല കേട്ടോ. ഇനി എല്ലാവരും നിങ്ങളെ ബാധിച്ചിട്ടില്ല, നിങ്ങൾ ചിന്തിക്കേണ്ടാവും. എല്ലാവരെയും ബാധിക്കില്ല, അതും പറഞ്ഞുതരാം. ലൈറ്റ് ബോഡിയൊക്കെ ആക്ടിവേഷൻ ആയ ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ബോഡിയിൽ ചക്രാസിലൊക്കെ മാറ്റങ്ങൾ വന്ന ആൾക്കാർ, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഫോം ചെയ്ത ആൾക്കാർ, അത് സ്പിരിച്വാലിറ്റിയുടെ ഇതിലിപ്പോൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ എനർജീനെ പിടിച്ചിങ്ങനെ വലിക്കുന്ന പോലത്തെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും, ഉടലെടുക്കും. അങ്ങനെയുള്ള ആളുകൾ ഈ ക്യൂവിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെയൊക്കെ നെഗറ്റിവിറ്റി നമ്മുടെ ശരീരത്തിലോട്ട് കയറി നമ്മൾ ഡ്രെയിനായി പോകുന്ന അവസ്ഥയിലേക്ക് വരും. നമ്മൾ തളർന്നു പോകും. അപ്പോഴേക്കും നമ്മളിതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് ഊർജ്ജമില്ല. അവിടെ നിന്ന് നമുക്കൊന്ന് റിസീവ് ചെയ്യാൻ പറ്റില്ല. അതായത് അപ്പോഴേക്കും നമ്മൾ വളരെയധികം ഡ്രെയിനായി പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു പ്രശ്നം എനിക്ക് പറയാൻ യാതൊരു മടിയില്ല. കാരണം ഞാനൊരു 2-3 മാസം മുന്നേ ഇതുപോലെ അവിടെ പോയതാണ്. അവിടുത്തെ ഒരു വൈബ്രേഷൻ ലെവലിൽ കാര്യമായ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആ അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുന്നൊക്കെ അമ്പലത്തിൻ്റെ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ വിഗ്രഹത്തിൻ്റെ ഒരു എനർജി ഉണ്ട്, ഒരു പവറുണ്ട്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ. ഒരു ഹാപ്പിനെസ്സാണ് അത് ചെന്ന് കഴിഞ്ഞാൽ. ഇപ്പം അമ്പലത്തിൻ്റെ ചുറ്റും ആ നടക്കം ചെന്ന് നിന്നാൽ പോലും ആ ഒരു വൈബ്രേഷൻ കിട്ടുന്നില്ല. ഇത് ഞാൻ മാത്രമല്ല കേട്ടോ, പലരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്ഷേത്രങ്ങളെപ്പറ്റി വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, അവിടുത്തെ ഒരു അനുഭവം നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പൊതുവായ കാര്യമാണ്. എൻ്റെ അഭിപ്രായം എനിക്ക് പറയാം. ഇത് ഒരാളല്ല, ഇത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പഴയ ചൈതന്യം നമുക്ക് ഫീൽ ചെയ്യാനില്ല. ഉള്ളിലോട്ട് കടക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് അത് വൈബ്രേഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായം ഉണ്ടാവും. ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരാണ് കൂടുതലെന്ന് എനിക്കറിയാം. ആരെയും പ്രയാസപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ നിരാശരാക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ഈ നെഗറ്റീവ് മുഴുവനും പിടിച്ച് വലിച്ചിട്ടാണ് ഈ പറയുന്ന ആൾ തിരിച്ച് വീട്ടിൽ വന്നത്. അതുപോലെ തന്നെ അതിന് വേറെ സംഭവം പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ഈ നാലമ്പല ദർശനം നടത്താൻ വേണ്ടി പോയി. ഇതുപോലെ തന്നെ അതൊരു ചെറിയൊരു സ്മോൾ ഗ്രൂപ്പായിട്ടാണ് പോയത്. അവർ പോയി ഇതുപോലെ തന്നെ വന്നിട്ട് ഇതേ അവസ്ഥ, അതായത് ഭയങ്കര തല വെട്ടിപ്പൊളിയുന്ന തലവേദനയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയ ആൾക്കാരുടെ ഫോട്ടോ ഒന്ന് അയക്കാൻ പറഞ്ഞു. എൻ്റെ ഫോട്ടോ അയച്ചു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇത് ഒരാൾക്ക് നല്ല നെഗറ്റീവ് മീൻസ് വളരെ മോശം നെഗറ്റീവ്, നല്ല നെഗറ്റീവ് അല്ല, കാര്യമായ നെഗറ്റീവ് ഉള്ളതായിട്ട് കണ്ട്. അപ്പോൾ ഞാൻ ഹൗസിംഗ് റോഡ് വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവർ ഓക്കെയാണ്, ഒരാൾക്ക് മാത്രം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള വിഷയമാണ്. കാരണം ഇയാൾ കുറച്ച് സ്പിരിച്വാലിറ്റിയിൽ ഇത്തിരി ഉയർന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്ന ആളാണ്. അവർക്ക് മാത്രമേ അപകടമുള്ളൂ, അല്ലാത്തവർക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വേറെ ആളോട് ഇപ്പോഴെങ്കിൽ അയാൾക്ക് കുഴപ്പമുണ്ടാവില്ല.
അല്ലെങ്കിൽ നോർമൽ ഇത് അട്രാക്ഷൻ ഫോഴ്സ് ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് കാര്യം, ഞാനിതൊക്കെ പറഞ്ഞു തന്ന വേറൊന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അത് ഉദാഹരണങ്ങളായിട്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ ചില അമ്പലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി അങ്ങോട്ടേക്ക് വലിക്കുന്ന പ്രതിഷ്ഠകളുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ടല്ലോ, അല്ല കാര്യമായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ പൂജകളും വഴിപാടുകളൊന്നും ചെയ്യാത്ത, നിവേദ്യമൊക്കെ വരെയൊക്കെ കൊടുക്കാത്ത അമ്പലങ്ങളിൽ നമ്മൾ പോയാൽ നമ്മൾ ഫുൾ പവറിലേക്കൊക്കെ അമ്പലത്തിലോട് ചെല്ലണത്, നമ്മളുടെ ചൈതന്യം അത് വലിച്ചെടുക്കും. കാരണം അവർക്കത് കിട്ടുന്നില്ല, അവിടെ നിവേദ്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ വേണ്ടുന്നതായ ചടങ്ങുകളും കാര്യങ്ങളും മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ചെയ്യണില്ല. അപ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ല, അവർ നമ്മളെ എനർജി വലിക്കും. ഇതെനിക്ക് പല പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതുപോലെ ക്ഷേത്രങ്ങളിലോട്ടൊന്നും ഞാൻ പോകാറില്ല. വലിയ വലിയ ക്ഷേത്രങ്ങൾ, അതായത് കൃത്യമായിട്ടുള്ള ചൈതന്യമുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഞാൻ പോകാറുള്ളൂ, ബാക്കി സ്ഥലങ്ങളിലോട്ട് ഞാൻ പോകാറില്ല. അതുകൊണ്ട് നേരത്തെ ഒരാളിവിടെ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും അത്. നിങ്ങളെന്തുകൊണ്ടാണ് കേരളത്തിലുള്ള അമ്പലങ്ങളിൽ പറയാത്തത്, തമിഴ്നാട്ടിലെ അമ്പലങ്ങളെ പൊക്കി പറഞ്ഞത് എന്തുകൊണ്ടാണ്, കേരളത്തിലെ അമ്പലങ്ങൾ എന്താണ് മോശമാണോ എന്ന് വെച്ചിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ഓർമ്മ വരും. പക്ഷേ ഞാൻ കൂടുതലും തമിഴ്നാട്ടിലെ അമ്പലങ്ങളിലാണ് പോകുന്നത്, അല്ലെങ്കിൽ വേറെ കർണാടകയിലെ അമ്പലങ്ങളിൽ പോകാറുണ്ട്, മൂകാംബികയിൽ പോകാറുണ്ട്, കേരളത്തിലെ അമ്പലങ്ങളിലും പോകാറുണ്ട്. പക്ഷേ ഇവിടുത്തെ നമുക്ക് കമ്പാരിസൺ നടത്തണമെങ്കിൽ എല്ലായിടത്തും പോയ ഒരാൾക്ക് മാത്രമേ കമ്പാരിസൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മാത്രം പോയവർക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ആ കമ്പാരിസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും പോയി അനുഭവിക്കണം, ഇതും പോയി അനുഭവിക്കണം. ഈ പവർ കുറഞ്ഞ അമ്പലങ്ങളിൽ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ തൊഴണം. അപ്പോൾ നിങ്ങൾക്ക് അത് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാമാഖ്യ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അവിടുത്തെ വൈബ്രേഷനൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അത് തമിഴ്നാട്ടിലെ അമ്പലമോ കേരളത്തിലെ അമ്പലമോ ഒന്നുമല്ല, ഒന്നുമായിട്ടും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. അത്രയധികം പവറാണ്. അവിടെ ഒരു എനർജി ഡ്രെയിനോ നിങ്ങൾക്ക് വേറെ ആളുടെ ശരീരത്തിൽ നിന്ന് നെഗറ്റീവ് ഇങ്ങാട് കയറുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. കാരണം അവിടെ ഫുള്ള് ആ മല മൊത്തം ദേവിയുടെ നിയന്ത്രണത്തിലാണ്, ദേവിയുടെ പവറാണ് നിറഞ്ഞേക്കുന്നത്. ഒരു നെഗറ്റീവ് അങ്ങോട്ടേക്ക് കയറില്ല, അത്രയും പവറാണ്. ധൈര്യമായിട്ട് പോവാം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന നെഗറ്റിവിറ്റി പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓരോ വലിയ മഹാക്ഷേത്രങ്ങളിലേക്കും ആ ഒരു പ്രശ്നം വ്യാപിച്ച് വരുന്നതായിട്ടാണ് എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടുത്തെ ആ അമ്പലത്തിൻ്റേതായിട്ടുള്ള ചൈതന്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറവായിരിക്കണം എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. എന്തെങ്കിലും ഒരു പോരായ്മ അവിടെ സംഭവിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, അമ്പലത്തിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ആൾക്കാരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ വീഡിയോ. ഇത് ഭക്തന്മാരായ നിങ്ങൾ അല്ലെങ്കിൽ ഉപാസകന്മാരായ ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മളുടെ എനർജിയെ നമ്മൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ധ്യാനം ചെയ്യുക, ജപങ്ങൾ ചെയ്യുക, നിങ്ങളുടെ പവർ വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സ്വയമേ സാധിക്കും. ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് അവിടെ പോയി ഇരിക്കുക, ചാർജ് കയറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ചാർജ് ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് ചാർജ് കിട്ടും, ചാർജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയാൽ കിട്ടത്തില്ല. അത്രയേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും ടോപ്പിക്കിലോട്ട് ഞാൻ കടന്നു വന്നത്. ഇത് ആരെയും മോശക്കാരനാക്കാനോ അല്ലെങ്കിൽ മറ്റേ തരംതാത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു റിയാലിറ്റി, നിങ്ങളുടെ വെൽനെസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പവർഫുള്ളായിട്ടുള്ള അമ്പലങ്ങളിലേക്ക് ധൈര്യമായിട്ട് പോവുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവൻ്റെ ശരീരത്തിൽ നിന്നുള്ള എനർജി നിങ്ങളുടെ ശരീരത്തോട്ട് കയറാതിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾ എടുക്കുക. അതിനുള്ള മാർഗ്ഗങ്ങൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം സമയങ്ങളിൽ നിങ്ങൾ കുറച്ച് കരിഞ്ജീരകം കിഴികെട്ടി നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്, ഒരു ചിലവില്ല. ഇത് കേൾക്കുമ്പോൾ പുച്ഛിക്കുന്നവരുണ്ടാവും, നിങ്ങൾ പുച്ഛിച്ചോളൂ, ഒരു വിരോധമില്ല. താല്പര്യമുള്ളവരും ചെയ്യുക. നിങ്ങളുടെ എനർജി നിങ്ങളുടെ കയ്യിൽ സേഫായിരിക്കും. നിങ്ങൾക്ക് വേറെ നെഗറ്റീവ് എനർജി പെട്ടെന്ന് കയറി വരത്തില്ല. പിന്നെ ഇത് പൊതുവേ ഇതൊക്കെ നമ്മൾ കേൾക്കുമെങ്കിൽ നമ്മൾ മറന്നു പോകും നമ്മൾ ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ സാധനം നിങ്ങളുടെ ബാഗിൽ തന്നെ വെക്കുക. ഒരു കിഴിയിട്ടിട്ടൊരു ബാഗിൽ വെക്കുക, കൊണ്ടുപോകുന്ന ബാഗിൽ വെക്കുക. അപ്പോൾ എന്തായാലും ബാഗിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ, അതെടുത്ത് കൈ പിടിക്കുക അല്ലെങ്കിൽ പോക്കറ്റിൽ വെക്കുക. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.